നമസ്കാരം. വെൽക്കം ടു ഓൾ ദ ഗ്രാൻഡ് എപ്പിസോഡ് ഓഫ് പഞ്ച് അമ്മച്ചീസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ശോശാമ. ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമാണ് പഞ്ച് അമ്മച്ചീസ്. ഇവർ നിങ്ങൾ വിചാരിക്കുന്ന പോലെ പഞ്ചപാവങ്ങളൊന്നുമല്ല, മറിച്ച് നല്ല പവറുള്ള പഞ്ചുള്ള 5 അമ്മച്ചിമാരാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം നമുക്കിനി ഓരോ അമ്മച്ചിമാരെയും പരിചയപ്പെടാം. ആദ്യമായി പാചകകലയിൽ മിസ്റ്റർ കെ മാത്യു ഷെഫിനെ പോലും വെല്ലുന്ന കൈപുണ്യമാണ് തന്റെ എന്ന് സ്വയം അഹങ്കരിക്കുകയും സ്വന്തം പിറന്നാളിനെ പായസത്തിൽ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പ് ചേർത്ത് അച്ചായന്റെ കയ്യടി നേടിയ കോട്ടയത്തിൽ നിന്ന് വന്ന കോട്ടയം അച്ചാമ്മ. അടുത്തതായി സൗന്ദര്യ മത്സരത്തിൽ ഐശ്വര്യറായെ പോലും വെല്ലുന്ന സൗന്ദര്യം തനിക്ക് മാത്രമാണെന്നും ആ അഹങ്കാരം മൂത്ത് മിസ് യൂണിവേഴ്സിറ്റി മത്സരത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ച് വെളുക്കാൻ വേണ്ടി കാശ് ചെലവാക്കി കുടുംബം വെളുപ്പിച്ച പാലായിൽ നിന്ന് വന്ന പൊന്നമ്മ. കേട്ടതുമെല്ലാം റീൽസിൽ ഒതുക്കി വാട്സാപ്പ് സ്റ്റാറ്റസിലൂടെ നാട്ടുകാരെ കാണിക്കുകയും അതും പോരാഞ്ഞ് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് അക്കൗണ്ടുകളിൽ വൈറലാകാൻ നോക്കുന്ന തിരുവല്ലാമലയിൽ നിന്ന് വന്ന റീൽസുകളുടെ ചുണക്കുട്ടി മേരിക്കുട്ടി. മേരിയാവോ സുനോ. ആരാണെന്നറിയാമോ? കായിക രംഗത്ത് സ്വർണവും വെള്ളിയും വെങ്കലവും മൺകലവും വാങ്ങിച്ച് നമ്മുടെ രാജ്യത്തിന് അഭിമാനമായി തീർന്നവരെ കൈയടിച്ച് 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 പ്രോത്സാഹിപ്പിച്ച് കൈക്കുഴ തെറ്റിപ്പോയ വട്ടപ്പാറയിൽ നിന്ന് വന്ന വത്സമ്മ. The next guest is നാളെയുടെ വരദാനങ്ങളാണ് കുഞ്ഞുങ്ങൾ. കുഞ്ഞുങ്ങളെ നോക്കുന്നതിൽ PhD എടുത്ത ആളാണിവർ.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവരെ സമീപിക്കാം. വെറുതെ അല്ല കേട്ടോ, ഫീസ് ഉണ്ടേ. സ്വന്തം കുഞ്ഞുങ്ങളെയും പേരക്കുട്ടികളെയും നോക്കി നോക്കി സ്വന്തമായിട്ട് അംഗനവാടി തുടങ്ങാതെ ആ അംഗനവാടി നോക്കി നോക്കി അതിനടുത്ത് സ്ഥിര താമസമാക്കിയ ചങ്ങനാശ്ശേരിയിൽ നിന്നും വന്ന ചിന്നമ്മ. എല്ലാവർക്കും സ്വാഗതം. ഇവരുടെ ജീവിതത്തിൽ നേരിട്ട എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും നമ്മോട് പങ്കുവയ്ക്കുന്നതായിരിക്കും. പക്ഷേ നമ്മുടെ അമ്മച്ചിമാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ പാട്ടിലൂടെ മാത്രമേ ഉത്തരം പറയുകയുള്ളൂ. ഇവരോട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചാലോ? ആദ്യത്തെ ചോദ്യം ഇവരുടെ കൗമാരപ്രായത്തെ കുറിച്ചാകാം. കൗമാരപ്രായത്തിൽ പലർക്കും പ്രണയം ഉണ്ടായിരിക്കാം. അമ്മച്ചിമാരെ, നിങ്ങളുടെ പ്രണയ സങ്കല്പങ്ങൾ എന്തായിരുന്നു? അങ്ങനെ ആ പ്രണയം പൂത്തു വളർന്നു പന്തലിച്ചു. അടുത്ത ചോദ്യം, നിങ്ങളുടെ വിവാഹത്തിന്റെ ആദ്യ നാളുകളെ കുറിച്ച് അപ്പച്ചന്മാരുടെ അഭിപ്രായം എന്താണ്? മനസ്സിന്റെ പാതി പകുത്തവൾക്കുള്ള പങ്ക് കൊടുക്കണമെന്ന് കൽപ്പിച്ചതല്ലേ. അവൾ പറഞ്ഞിറങ്ങി എന്റെ അൽത്താരക്കൂട്ടിൽ പ്രേമത്തിരി തേച്ചു. പിന്നെ പഞ്ചാര പുഞ്ചിരി നീട്ടി തന്നു. അടുത്ത ചോദ്യം, നിങ്ങളുടെ ഭർത്താക്കന്മാരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ ഭർത്താക്കന്മാർ കേമന്മാരാണല്ലോ. അടുത്ത ചോദ്യം, നിങ്ങളുടെ മാതൃവേദിയിൽ നല്ല അംഗബലമാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. എന്താണ് അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? നമ്മുടെ വയലിൽ നമ്മുടെ വയലിൽ അത്രയും കേമമാണോ നിങ്ങളുടെ മാതൃവേദി? അടുത്ത ചോദ്യം, ഇനി ഒരു പ്രധാന കാര്യം, നമ്മുടെ ഇടവക വികാരിയും സുന്ദരനും സുമുഖനും സുശീലനുമായ വികാരിയച്ഛനെ കുറിച്ച് എന്താണ് അമ്മച്ചിമാരുടെ അഭിപ്രായം? ഈ അമ്മച്ചീസ് വളരെ നന്നായി തന്നെ പെർഫോം ചെയ്ത് നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇനി ഒരു അവസാന ചോദ്യം കൂടി, എന്താണ് ഈ അമ്മച്ചിമാർക്ക് ഓഡിയൻസിനോട് പറയാനുള്ളത്?
അമ്മച്ചിമാർ. ഇപ്പോഴത്തെ ട്രെൻഡ് സോങ്ങിനോടൊപ്പം ഒന്ന് ചുവട് വെച്ചാലോ? നമുക്ക് കാണാം. പഞ്ച് അമ്മച്ചീസ് എന്ന ഈ ഷോയുടെ ഈ വർഷത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വാട്സ്ആപ്പ് നമ്പർ 2233224422. This is Shoshama signing off.